2018 ATM-നകത്ത് വന്നു. എന്താ ATM-നകത്ത് മുദ്ര? അക്കം പോരാ, ഇന്നത്തെ വൈഫൈ ഉണ്ടെങ്കിലും പണമെടുക്കാം. പുതിയ ATM. നമ്പർ 1, ഇൻസ്റ്റന്റ് സീൽ ഈസ് കമ്മിങ് അവർ ATM. സെക്കൻഡ് 1, രണ്ടാമത് മുദ്ര വന്നു. ആനയുടെ വാലിൽ മുദ്ര വന്നു. സന്തോഷമില്ലല്ലോ? അങ്ങനെ കേട്ടൊരു വല്ലതും ഉണ്ടോ? ആനയുടെ വാലെ ചിപ്പ് വെച്ചെന്ന്. സ്വോത്രം. കരമൊന്ന് ഉയർത്തിയാട്ടെ. സ്വോത്രം. പത്രം വായിക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിയത്തില്ലല്ലോ. പാസ്റ്റർമാരാണക്കാന്നോ കല്യാണവും മരണവും മാത്രമേ വായിക്കുന്നുള്ളൂ. സ്വോത്രം. ആനയുടെ വാല് ചിപ്പ്. എന്തിനാ ആനയുടെ വാല് ചിപ്പ് വെച്ച? മൃഗഡോക്ടർക്ക് ആനയുടെ സൗന്ദര്യം കാണാനാന്നോ? ചിറ്റാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വരുമ്പോൾ പാപ്പാനെ കുടഞ്ഞെറിയാൻ വരണ്ടോടാതിരിക്കാൻ ആനയുടെ വാല് ചിപ്പ്. അതിനകത്ത് 2 മൈന്യൂട്ട് നാനോ പാർട്ടിക്കിളുണ്ട്. 1 മതപ്പാടറിയാം, 2 ബ്ലഡിൻ്റെ കൗണ്ട് അറിയാം. അതിൽ ആനയുടെ വാല് ചിപ്പ്. ആനേനെ ആരും കണ്ടിട്ടില്ല, ചിപ്പുമില്ല. ആനയ്ക്ക് എത്ര കിലോ തൂക്കമുണ്ടെന്ന് ആര് പറയും? ഇന്ന് $1 സമ്മാനം. ആനയ്ക്ക് എത്ര കിലോ തൂക്കമുണ്ട്? എത്ര കിലോ? പള്ളിക്കുടുത്തി പോണം മാങ്ങ എറിയാൻ പോയണ്ടായി കുഴപ്പം. 6000 കിലോ തൂക്കമുണ്ട് ആന. ആനയെ മേയിച്ചോണ്ട് വടശ്ശേരിക്കര പേഴുംപാറ കൂടെ പോന്ന് നാരായണൻ ചേട്ടൻ എത്ര വെയിറ്റ് ഉണ്ട്? 55 കിലോയും ഒരു തോട്ടിയും. സ്വോത്രം. അപ്പൊ മനുഷ്യൻ ആരാ? ദൈവം മനുഷ്യന് അതിശയവും. ഇച്ചിരി സയൻസ് കേൾക്ക്. സ്വോത്രം. അതിശയം. എന്നും കാനാവിലെ കല്യാണം കേട്ടില്ല. പാത്രക്കീസിൽ അച്ഛൻ ഇന്നാൾ എന്നോട് പറഞ്ഞാൽ പാസ്റ്റർ ഇവിടെ വന്ന് കാനാവിലെ കല്യാണം പറയില്ല, ഞങ്ങൾക്ക് അത് മാത്രമേ അറിയാവൂല്ലോ, ദാനിയേലും വെളിപ്പാടും പറയും. സ്വോത്രം. അതുപോലെ കാര്യം പറ. സ്വോത്രം. എന്താ? മനുഷ്യനെ അതിശയവും ഭയങ്കരമായി ചിട്ടിച്ചെന്ന്. സ്വോത്രം. അത് കണ്ടല്ലേ 55 വയസ്സുള്ള 55 കിലോ നാരായണൻ ചേട്ടൻ വടശ്ശേരിക്കര തൊട്ട് ചിറ്റാറ് വരെ ആനയെ ലെഫ്റ്റ് റൈറ്റ് അടിച്ചു കൊണ്ടുവന്നു. സ്വോത്രം. സന്തോഷം ഇല്ലല്ലോ? മിണ്ടുന്നില്ല. 1950 കാക്ക ഇന്നും പേഴുംപാറ ചിന്നമാമ മീൻ വെട്ടുമ്പോൾ കീ കാക്ക എന്നാ അടിച്ചുകൊണ്ടിരിക്കുന്ന. സ്വോത്രം. പക്ഷേ പാലക്കാട്ടോ പെങ്കൊച്ചുങ്ങൾ ചൊവ്വായി പോകാൻ പോകുന്നു. സ്വോത്രം. ഇതാ ബൈബിൾ എഴുതിയ ദാനിയേൽ. അന്ത്യകാലത്ത് മനുഷ്യന്റെ ജ്ഞാനം വർദ്ധിക്കും. സന്തോഷം ഇല്ലല്ലോ? സ്വോത്രം. ഇതൊക്കെയാ കണ്ടുപിടുത്ത ആനയുടെ വാല്. മൂന്നാമത്തെ ചിപ്പ് വന്ന് എവിടാന്നറിയാമോ? നല്ല കാറിനകത്ത്. സ്വോത്രം. എന്താ? പുതിയ ടൊയോട്ട ഇന്നോവ. ഇതിൻ്റെ ഇൻറ്റീരിയറിനകത്ത് ഒരു ചിപ്പുണ്ട്. കാറ് കാണാതെ പോയാൽ ചിറ്റാറിലും മണിയാർ ക്യാമ്പിലും വിളിക്കേണ്ട വണ്ടിയുടെ ഷോറൂമിൽ പറഞ്ഞാൽ മതി. കാറിനകത്ത് ചിപ്പുണ്ട്. അത് ആര് ട്രേസ് ചെയ്യും? GPS. കേട്ടൊരു വല്ലതും ഉണ്ടോ? GPS. കൈ ഉയരുന്നില്ലല്ലോ മോനെ. കൈ ഉയർത്ത് വിഷമിക്കട്ടെ, ഞാൻ പടം പിടിക്കുകയല്ലോ. സ്വോത്രം. എൻ്റെ ജോലി പടമിട്ടല്ല. സ്വോത്രം. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതുകൊണ്ടല്ലേ സ്കൂൾ വണ്ടിയിലെല്ലാം GPS. പണ്ട് പിള്ളേരെ കൊണ്ടുവിട്ടിട്ട് സരസൻ ചേട്ട് വടശ്ശേരിക്കരെ എവിടെ ചെല്ലും? കൊച്ചുപീടി അടിച്ച ആൾക്കാരോട് ഇച്ചിരി വാട്സപ്പ് അടിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലെ കന്യാസ്ത്രീ GPS കൂടെ നോക്കിയിട്ട് പറയും, സരസ കാർ വാപ്പസ് നീ വീട്ടിൽ ഇരുന്നോളാം, സ്കൂൾ ബസ് കൊണ്ടുവരാം. സ്വോത്രം. കണ്ടില്ലയോ? ഏത് വീട്ടിൽ നിന്ന് ഏത് കൊച്ചിനെ വണ്ടി കയറ്റുന്ന അതിനകത്തിരിക്കുന്ന മെയ്ഡ് എന്തോ ചെയ്യുന്നതെന്ന് വരെ കന്യാസ്ത്രീ നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ വരെ GPS, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. സ്വോത്രം. അതിൻ്റെ മറ്റൊരു തല. തമിഴ്നാട്ടിൽ പോയ എത്ര പേര്? ഒന്ന് കൈ ഉയർത്തിയാട്ടെ. തമിഴ്നാട്ടിൽ പോയവർ കൈ ഉയർത്തിയാട്ടെ. തമിഴ്നാട്. വിഷമിക്കണ്ട, കൈ ഉയർത്തിക്കോ. സ്വോത്രം. മൊബൈലുമായിട്ട് അമ്മാമ്മയെ അറിഞ്ഞില്ല. വാളയാറ് കയറിയപ്പോൾ ഒരുവൻ അറിഞ്ഞു. അവൻ്റെ പേരാ സാറ്റലൈറ്റ് ഗലീലിയോ. സ്വോത്രം. എന്താ? വെൽക്കം ടു സെൽവൻ തമിഴ്നാട്. സ്വോത്രം. ആധാറി മുദ്ര ഇട്ടപ്പോൾ ഓർക്കണമായിരുന്നു താൻ സൃഷ്ടിച്ച മനുഷ്യൻ എന്നൊക്കെ എവിടെ എന്നറിയുവാൻ സകല മനുഷ്യനെ നിയന്ത്രിക്കുക സാറ്റലൈറ്റ്. സ്വോത്രം. അതിനുശേഷം അവിടെ പോയി ചപ്പാത്തിയും ചിക്കനും നിന്ന് തിരിച്ച് വാളയാറ് കഴിഞ്ഞ് പാലക്കാട് കയറിയപ്പോൾ അച്ചായന് മെസ്സേജ് വരുന്നു, വെൽക്കം ബാക്ക് BSNL കേരള. സഭയെ അറിഞ്ഞില്ല, അമ്മാമ്മയെ അറിഞ്ഞില്ല, മതിലിയാടിയത് സാറ്റലൈറ്റ് അറിഞ്ഞെന്ന്. സ്വോത്രം. ഇപ്പം ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ എവിടൊക്കെ മതിലിയാടിയത് ആരറിഞ്ഞിട്ടുണ്ടെന്ന് നോക്കിയാൽ മതി. സ്വോത്രം. എല്ലാത്തിനെയും ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ഗുണപ്പെട്ടോ? സ്വോത്രം. വടശ്ശേരിക്കര കറങ്ങിയതും ചിറ്റാറി പോയതും മണ്ണടിശാല റബ്ബോറത്തോട്ട് തീർന്ന് ചപ്പാത്തി അടിച്ചതെല്ലാം വരും അമ്മാമ്മ. സ്വോത്രം. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോ. അതിൻ്റെ 3ാമത്തെ പതിപ്പാ. അതുകൊണ്ട് ഇന്ന് രാത്രി കാറിൻ്റെ ഇൻറ്റീരിയർ ആരും കുത്തി തുറക്കല്ല, ഞാൻ പറഞ്ഞു കേട്ടിട്ട്. സ്വോത്രം. ഇത് ടെക്നോളജിയാണ്. കാശ് പോവുക. ഒന്നാമത്തെ കാര്യം കോഡായിട്ട് കാശില്ലായിരിക്കുക. എല്ലാ വണ്ടിയുടെ സർവീസ് കിലോമീറ്റർ ചിപ്പ്. 4ാമത്തെ കാര്യം, നമ്മുടെ അച്ചായന്മാർ കള്ളനോട്ട് കടത്തുന്നതെന്നറിയാൻ ഇസ്രയേലിൽ നിന്ന് 4ാമത്തെ പുള്ളിയെ കൊണ്ടുവന്നു. അതിൻ്റെ പേരാ ഫാസ്റ്റാഗ്. അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? വണ്ടിയുടെ തലയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. സ്വോത്രം. ആ സ്റ്റിക്കറാ ഫാസ്റ്റാഗ്. ആരാ കൊടുത്ത്? അമിത്ഷായും മോഡി സാറും ഇസ്രയേലിനോട് പറഞ്ഞിട്ട് ഇസ്രയേൽ കൊടുത്തതാ ഫാസ്റ്റാഗ്. പലരും വിചാരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാശ് വന്നത് ചുമ്മാതാന്നേ അച്ചായ. സ്വോത്രം. ഇത് MRIയുടെ ഡിജിറ്റലാ. നമ്മുടെ കാറിലെ ഫാസ്റ്റാഗ്. ദാണ്ട് ഈ പേന ഞാൻ വടശ്ശേരിക്കര കാണിക്കുമ്പോൾ ഇതിനകത്തൊരു QR കോഡുണ്ട്. ഇത് കാണുമ്പോൾ കമ്പനി ഏതാ, വില ഏതാന്ന് കമ്പ്യൂട്ടറിൽ പറഞ്ഞു തരും. അതുപോലെ ഒരു സ്റ്റിക്കറാ മോഡി സാറിനും അമിത്ഷായ്ക്ക് കൊടുത്തത്. വണ്ടിയുടെ മേളിൽ ഫാസ്റ്റാഗ്. ദുബായ് സാലിക്ക്. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിലും ഫാസ്റ്റാഗ്, ആഫ്രിക്കയിലും ഫാസ്റ്റാഗ്. അപ്പോൾ
4 തലത്തിലെത്തി. ഒന്ന്, മനുഷ്യനെ തിരിച്ചറിയുന്ന കാർഡിന്റെ നിരയായി ATM, ആനയുടെ വാല്, വണ്ടിയുടെ ഇന്റീരിയർ. 4-മത്തതിലും ഈ മാർക്ക് വന്നു കഴിഞ്ഞു. ഒരു സീലായി ഏതാ? ഫാസ്റ്റാഗ്. പിന്നെ പെന്തിക്കോസുകാരുടെ ഒരു സന്തോഷ വാർത്ത, നമ്മുടെ പല നേതാക്കന്മാരും ഉണ്ടല്ലോ, വിഷമിക്കണ്ട, സ്വോത്രം, പോസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, എല്ലാം അടിച്ചു മാറ്റിയ കാശുമായിട്ട് കോയമ്പത്തൂർ ബിസിനസ്സിന് പോകും. സ്വോത്രം എവിടാന്നറിയാമോ? പിന്നെ നമ്മുടെ ഈ പാലക്കാടോട് കയറുമ്പോൾ 2 ഇടമുണ്ട്, മണ്ണുത്തി, പാലിയേക്കര. 4 BJPക്ക് വന്ന പണം പിടിച്ച സ്ഥലം. സ്വോത്രം മിണ്ടുന്നില്ലല്ലോ. സ്വോത്രം നിങ്ങൾ പേപ്പറൊന്നും വായിക്കത്തില്ല. സ്വോത്രം നമ്മൾ ദിലീപിനെ നോക്കിയിരിക്കുക, ഫോണിനെ നോക്കി, ഒരു രക്ഷയില്ല. 2 പെമ്പിള്ളാർ വഴക്ക് കൂടിയതാ അത്. സ്വോത്രം ദിലീപ് പൊന്നുപോലെ ഇറങ്ങി വരും. സ്വോത്രം ബാക്കിയൊക്കെ രഹസ്യമായിട്ട് വേണേ ഞാൻ പറഞ്ഞുതരാം, എത്രേ പറയത്തുള്ളൂ, ഇവരെൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് ഞാൻ ഇത്രേ പറയൂ. സ്വോത്രം അവിടം വരെ നിൽക്കട്ടെ. അപ്പോൾ പാലിയക്കരയോട്ട് പോകുമ്പോൾ നമ്മുടെ പെന്തിക്കോസിലെ മൂപ്പന്മാർ വണ്ടിയുടെ പുറകെ സീറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെ കൈവച്ചൊരു പാട്ട് പാടും. എല്ലാം അടിച്ച നോട്ടാ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. സ്വോത്രം അവിടെ ചെല്ലുമ്പോൾ അച്ചായം വിചാരിക്കും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 80 പോകും. എൻ്റെ അച്ചായ അമ്മാമ 80 അല്ല പോന്ന്, വണ്ടി ഇരിക്കുന്ന നോട്ട്. അപ്പോൾ ഇൻഫർമേഷൻ ആർക്ക് കിട്ടും? ക്രൈം ബ്രാഞ്ചിന് കിട്ടും. 2 എൻഫോഴ്സ്മെൻറ്റ്. അടുത്ത ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ അച്ചായനെ കൈ കാണിക്കും. അച്ചായൻ വിചാരിക്കും ആ 2 പ്രൈസലോട് കൊടുക്കാനാണ്. സ്വോത്രം പ്രൈസലോടല്ല, വണ്ടി ചവിട്ടാൻ പറയും. സ്വോത്രം പുറയിലെ പെട്ടി എടുത്തിട്ട് ചോദിക്കും, അച്ചായ എവിടുന്നാ ഈ നോട്ട്? വടക്കേ ഇന്ത്യക്ക് വന്ന കാശും ബാക്കി വന്ന കാശുകളും എല്ലാം മക്കളുടെ പേര് കോയമ്പത്തൂർ എസ്റ്റേറ്റ് മേടിക്കാൻ പോയ അച്ചായൻ കാർ വാപ്പസി. അപ്പോൾ ഒരു പാട്ട്, കണ്ണുനീർ എന്ന് മാറുമോ, വേദന എന്ന് തീരുമോ. സ്വോത്രം ആദ്യം ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ലേ കർത്താവ് എന്നോട് ചോദിക്കും. സ്വോത്രം നിങ്ങൾ വിളിച്ചില്ലേ എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല. സ്വോത്രം അയ്യോ റബ്ബർ തോട്ടം എത്ര കിടക്കും, ആങ്ങമൊഴിയിലും ഗുരുനാഥ മണ്ഡിലും എല്ലാം റബ്ബറിനോടല്ലേ നമ്മൾ സൂചേഷം പറഞ്ഞു. സ്വോത്രം ആനപ്പാറയിലെ മരച്ചീനിയോട് പ്രസംഗിച്ച് എനിക്കെന്തോ വിഷയം. സ്വോത്രം അതുകൊണ്ട് ഇനി ഭാരപ്പെടേണ്ട. കർത്താവിൻ്റെ പേര് പൈസ അടിച്ചു മാറ്റിയ സകല ആദ്യം ഈ വചനം എടുത്തവരെല്ലാം കർത്താവ് ഒതുക്കും. അങ്ങനെ ആയിരുന്നുണ്ട് ആക്കാൻ നല്ലൊരു പ്രസിഡന്റ് സ്ഥാനം കൊടുക്കത്തില്ലായിരുന്നു. സ്വോത്രം അച്ചായമാർക്ക് സന്തോഷമില്ലല്ലോ, എവിടെ കൊണ്ടിയാ തട്ടിയത്? കൊണപ്പെടാത്ത പണം അടിച്ചു മാറ്റി എല്ലാ ആക്കാമാരുടെ മണ്ടയ്ക്ക് കല്ല് വീഴാറായി. പ്രൈസലോട് പറയുന്നില്ല. സ്വോത്രം തീർന്നില്ല. മറ്റൊരു കൊച്ചു ഭാഷയിലായിരുന്നു ഗേഗസി. സ്വോത്രം സൺഡേ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിക്കത്തില്ല. സ്വോത്രം പാടില്ല, നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ മാറിപ്പോയി എൻ്റെ ശാപങ്ങൾ പാടിയ പുള്ളിക്കാരൻ. സ്വോത്രം അവസാനം എവിടെ പോയി? പാപത്തിൻ്റെ കുഷ്ഠം അവൻ്റെ നെഞ്ചിനകത്ത് കയറി. സ്വോത്രം ഇന്ന് രാത്രി മടങ്ങി വാ. സ്വോത്രം പണം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവവേലയ്ക്ക് തന്നിട്ടുണ്ടെങ്കിൽ, മക്കൾക്കും മരുമക്കൾക്കും നാട്ടുകാർക്ക് സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉണ്ടാക്കാതെ സ്വോത്രം ദൈവവേലയ്ക്ക് കൊടുക്കുന്ന ഒരു സമൂഹമായി പെന്തക്കോസ് ഇന്ന് രാത്രി മടങ്ങി വരട്ടെ. സ്വോത്രം ദൈവ കുഞ്ഞുങ്ങൾ മാനസാന്തരപ്പെടട്ടെ. സ്വോത്രം 5-മത്തെ സ്റ്റിക്കർ ഇവിടെ വരുന്നു. അടുത്തത് മനുഷ്യന്റെ മേളിലേക്കാണ് വരുന്നത്. 5-മത്തെ സ്റ്റിക്കർ ഇന്നത്തെ ഇന്ത്യയുടെ ധനമന്ത്രി ആരാ പേര്? നിർമ്മല സീതാരാമൻ. ദാ പറയുന്നു, കേട്ടോണേ മക്കളെ, ദാ കിടക്കുന്നു 400 കോടി രൂപ മാറ്റി പാസ്പോർട്ടിനകത്ത് വരാൻ പോകുന്നു. നിർമ്മല സീതാരാമൻ നാം യാത്ര ചെയ്യുന്ന പാസ്പോർട്ടിനകത്ത് ചിപ്പ് വരാൻ പോകുന്നു. ഇന്ന് ഇന്ത്യയുടെ ക്രിക്കറ്റ് പ്ലെയർ വിരാട് കോഹ്ലി അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഡിജിറ്റൽ പാസ്പോർട്ടാക്കി കൃപ പ്രാപിച്ച ദൈവമക്കൾ. ഇനി ഈ ചിപ്പ് എവിടം വരെ വരണമെന്നറിയാമോ? നമ്മുടെ കൈമേലും നെറ്റിമേലും. ക്ലിയർ ആയില്ലേ മക്കളെ? ATM-നകത്ത് ചിപ്പ്, ആനയുടെ വാലിനകത്ത് ചിപ്പ്, വണ്ടിയുടെ ഏതിനകത്ത് ഡാഷിനകത്ത് ചിപ്പ്, യാത്ര ചെയ്യാൻ ഫാസ്റ്റാഗ്, ലോക രാജ്യങ്ങളിൽ പോകുവാൻ ഇനി വേണം ചിപ്പ്. അങ്ങനെയെങ്കിൽ ഇസ്രയേൽ ഈ ചിപ്പ് വെക്കുവോ? ഇസ്രയേലിനെ ബേസ് ചെയ്താണ് കൊണ്ടുവരുന്നത് നമ്മുടെ ലോക സംഭവം. അവസാനം നിങ്ങൾക്ക് ആ കാര്യം പറയുമ്പോഴേ പിടികിട്ടു. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഇസ്രയേൽ ഈ ചിപ്പ് വെക്കുമോ? വായിക്കാം. അവൻ ചിപ്പ് വെക്കത്തില്ല. ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ട്. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം വായിച്ചാട്ട് മോനെ. ഇസ്രയേൽ എന്നാൽ പുള്ളി തൊക്കിന്മേൽ പറക്കാതെ, കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങാതിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിണർപ്പ് ആകുന്നു. അടുത്തത് വായിച്ചാട്ട്. മോശയുടെ ന്യായപ്രമാണം. അടുത്തത്, പുരോഹിതൻ അതിനെ ശുദ്ധിയുള്ളവനെന്നും വിധിക്കണം. മതി. ഈ ചിപ്പ് കൈമേലും നെറ്റിമേലും വെച്ചാൽ സിറിഞ്ചിന്റെ പാടോ അതോ മൈക്രോ നീഡിൽ പാച്ചിന്റെ പാട് കൈക്കകത്ത് വന്നാൽ അവൻ പാളയത്തിനകത്ത് പുറത്ത്. അതുകൊണ്ട് ഇത്രയും ടെക്നോളജി ഉള്ള ഇസ്രയേൽ ഇതുവരെ ചെപ്പ് വെച്ചിട്ടില്ല. സ്വോത്രം
ആരാ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം മക്കളെ. ഇസ്രയേലിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ബെഞ്ചമിൻ നെതന്യാഹു, മോഡി സാറിൻ്റെ സുഹൃത്ത്. കോവിഡ് വന്നപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ എന്തോന്നറിയോ? കുഞ്ഞുങ്ങളുടെ കൈ ചിപ്പ് കൊടുക്കാൻ ഷാബ്, പ്രായമുള്ളവരുടെ തല ചിപ്പ് കൊടുക്കുക. അപ്പം പറഞ്ഞ് ഹൈഷാൻ, അപ്പ സ്വർഗത്തിലെ ദൈവം വിചാരിച്ചവൻ മാറിക്കോണമെന്ന്. സ്വോത്രം. അവനെ ചവിട്ടി പുറത്ത് കളഞ്ഞു. ആരാ? സ്വർഗത്തിലെ ദൈവം. ഇന്ന് 49കാരൻ ഒരു ചെറുപ്പക്കാരനെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയാക്കി. അവൻ്റെ പേരാ നഫ്താലി ബെനറ്റ്. അടുത്ത ഈ മെയ് മാസത്തിൽ നിങ്ങൾക്ക് കാണാം, ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണാൻ പുള്ളി വരാൻ പോകുക. ഇസ്രയേലിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് യുദ്ധങ്ങളുടെ മേൽ അധികാരം കൈയാളുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഇന്ന് രാത്രി വചനം മനസ്സിലായവർക്കായി അവൻ ബലശാലികളെ സിംഹാസനത്തിൽ നിടിച്ചിട്ട് അവന് യോജിച്ചവർ ഈ സിംഹാസനത്തിനകത്തിരുത്തുന്നു. ആരാ? ഒരാള് സിംഹാസനത്തിൽ ഇരിക്കണോ ദൈവം തീരുമാനിക്കും. മിണ്ടുന്നില്ലല്ലോ. ആരാ സ്വർഗത്തിലെ ദൈവം? ശൗല് കഴുതയെ അന്വേഷിച്ച് പോയവനാ. ദൈവത്തിന്റെ പ്ലാൻ വിട്ട്, പദ്ധതി വിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് വിരോധമായപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ എവിടെ ഒതുക്കി? ഗിൽബോറായിൽ തന്നെ ഒതുക്കി. സ്വോത്രം. 2, മഗദിയാം ബാബിലോൺ പണിഞ്ഞുണ്ടാക്കിയിട്ട് ആകാശത്തിലേക്ക് നോക്കി പോസ്റ്റ് അടിച്ചില്ല. ഞാൻ ഉണ്ടാക്കിയ ബാബിലോൺ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം നെബൂഖദ്നേസറിനെ കാട്ടിനകത്ത് വിട്ടവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി പേഴുംപാറ പറയണം, നിഗളികളെ വെട്ടിക്കളയുന്നവനാ ദൈവം. സ്വോത്രം. ബൈബിളിനകത്ത് ഒരു ഭാഗമുണ്ട്, ഞാൻ തൊടുന്നില്ല. പണ്ടത്തെ എൻ്റെ പ്രസംഗമായിരുന്നു, വീരന്മാർ പട്ടുപോയതെങ്ങനെ. സ്വോത്രം. വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. മക്കളെ, അങ്ങനെയെങ്കിൽ കോവിഡിന്റെ മറവിൽ ഇന്ന് മൈക്രോസോഫ്റ്റിന്റെ അമ്മാമ ബിൽഗേറ്റ്സിന്റെ ഭാര്യ പറയുന്നു, ഒരു വാക്സിൻ തരാം, സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ. സ്വോത്രം. അത് കൊണ്ടുവരാനോ അമേരിക്ക നിങ്ങളുടെ ബന്ധുക്കളുണ്ട് ചോദിച്ചിട്ട് എൻ്റെ പ്രസംഗം കൂടെ ഡൈവേർട്ട് ചെയ്തു. അവിടുന്ന് കൃത്യം വിവരം കിട്ടുന്നുണ്ടാണ് ഞാൻ ഈ കൊടുക്കുന്നത്. ഇസ്രയേലിൽ നിന്നോ അമേരിക്കയിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും നല്ല ഉദ്യോഗസ്ഥർ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് എന്നോട് തരുന്ന വിവരങ്ങൾ വെച്ച് ഇത് പലരും ചോദിക്കും, ഞാൻ ഇവിടുന്ന് ചോർത്തുന്നത് ഇത്രയും ക്ലിയർ ആയിട്ട് കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രി പറയണം, ഇന്ന് അമേരിക്കയിൽ ജോൺസൺ ഇല്ല. ഇന്ന് അവർ പറയുന്നു, വരാൻ പോകുന്ന പകർച്ചവ്യാധികൾ, പെസ്റ്റിലൻസ്, മഹാവ്യാധികൾ, മാരക രോഗങ്ങൾ സകലത്തിനും വേണ്ടി ഞങ്ങൾ ഒരു വാക്സിൻ തരാം. പക്ഷേ മനുഷ്യൻ മുദ്രയേക്കണ സർപ്പ ഹവ്വായ ഉപയോഗത്തിൽ ചതിച്ചതുപോലെ. എന്നാൽ ഇന്ന് രാത്രി എവിടം വരെ മുദ്രയെത്തി? ഇൻ ഹേഡിംഗ് പേഴുംപാറ അവർ ബിലീവേഴ്സ്, the first one chip is coming, that means our ATM. Second one is coming the tail of the island. The third one is coming the interior of car. The fourth one is highway transference to, that means FASTag. The fifth one communicatively moderator, Mr. Finance Minister our Nirmala Sitharaman making 400 crores in India government. That means our ongoing travel document passport is coming, a microchip. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. ഏതാ ചിപ്പ്? വായിച്ചാട്ട് മോനെ, എഫേസ്യർ 4:30 വായിച്ചാട്ട്. നമ്മുടെ അകത്തൊരു ചിപ്പുണ്ട്. എഫേസ്യർ 4:30. നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയണം, 4 ചിപ്പ് ഇന്നത്തെ ATM-ൽ നാനോ, മൈക്രോ, സിലിക്കോൺ, DNA. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, സാത്താന്റെ ചിപ്പ് എന്റെ കയ്യിൽ വെക്കാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി എൻ്റെ അകത്തൊരു ചിപ്പുണ്ട് മക്കള്. നാനോ ആണോ, സിലിക്കോൺ ആണോ, മൈക്രോ ആണോ, DNA ആണോ? അല്ല. പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ചിപ്പ് പ്രാപിച്ചവർ ശവപ്പെട്ടിക്കകത്ത് കയറാതെ, മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി ഇപ്പോൾ നാം അംശമായി കാണുന്നു. ഇപ്പോൾ നാം അംശമായി പ്രവചിക്കുന്നു. മക്കള്, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. ഇന്ന് രാത്രി വിളിച്ചു പറ, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കു. പേഴുംപാറേ, ഇതാ ഞാൻ വേഗം വരുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി പേഴുംപാറ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വാതിലുകൾ അടയാറായി. ഇന്ന് രാത്രി പേഴുംപാറേ, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഇന്ന് രാത്രി ഞാൻ അവനോട്, അവൻ എന്നോട് മത്താഴം കഴിക്കും. കോവിഡിന്റെ മറവിൽ വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. ടൈം ഈസ് കം നൗ. സ്വോത്രം.
ബിൽഗേറ്റ്സിൻ്റെ അമ്മാമയെ 2 കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. ബിൽഗേറ്റ്സിൻ്റെ അമ്മാമ ഒരു വാക്സിൻ കൊണ്ടുവരാൻ പോവുക. ഏതാ വാക്സിൻ? പേരിട്ടിട്ടില്ല, ജോൺസൺ ആൻഡ് ജോൺസണ്. ഏത് പകർച്ചവ്യാധിക്കും. എന്നാൽ ഇന്ന് രാത്രി പേഴുംപാറയിൽ ഞാനൊരു വാക്സിനെ പരിചയപ്പെടുത്താം. 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫെബ്രുവരി മാസം 27-ാം തീയതി PHC വടശ്ശേരിക്കര ചിറ്റാറെല്ലാം 1 കൊടുത്തു. പോളിയോ വാക്സിൻ. കേട്ടവരെന്ന് കയ്യിലുയർത്തിയാട്ടെ. എന്താ പോളിയോ? 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞിത് കുടിച്ചില്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്ത് കാല് മുടന്തി നിൽക്കും. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി നമ്മുടെ PHC കൊടുക്കുന്നത്. അതെന്താ? വരാനിരിക്കുന്ന പോളിയോയ്ക്ക്. എന്നാൽ മനുഷ്യകുലത്തിന് വന്ന ഒരു പോളിയോ ഉണ്ട്. അതിൻ്റെ പേരെന്തോന്നറിയോ? പാപം. സ്തോത്രം. പാപത്തിന് ആൻറ്റിബയോട്ടിക് കൊടുത്താൽ ശരിയാവോ അമ്മാമേ? റേഡിയേഷൻ കൊടുത്താൽ ശരിയാവോ? സർജറി കൊടുത്താൽ ശരിയാവോ? എന്നാൽ ഇന്ന് രാത്രി മനുഷ്യകുലത്തിന് വന്ന പോളിയോ ആയ പാപത്തിന് ഒരു മരുന്ന് ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തുന്നു പേഴുംപാറയിൽ. ആ മരുന്നിന്റെ പേര് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു സൈന്യാധിപൻ ഒരു പടയാളിക്ക് ഒരു കുന്തമെറിഞ്ഞപ്പോൾ ഞങ്ങളുടെ നാഥന്റെ ചങ്കിൽ നിന്ന് 5.5 ലിറ്റർ രക്തമൊഴിയെങ്കിൽ ആ രക്ത സകല പാപമല്ല, സകല പാപവും പോക്കി ഇന്ന് രാത്രി ശുദ്ധീകരിക്കുന്നു. പേഴുംപാറേ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. കോവിഡിൽ 2, 3 റഷ്യ ഉക്രൈൻ. 2 കാര്യം കൂടെ പറയുമ്പോൾ നിർത്തിക്കോളാം. എന്താ റഷ്യ ഉക്രൈൻ? ലോകത്തിൽ 2 സഖ്യങ്ങളാണ്. ഒന്ന് നാറ്റോ. നാറ്റോ സഖ്യത്തിൻ്റെ ഒരു പ്രത്യേകത 29 രാജ്യങ്ങൾ അമേരിക്ക. മറ്റൊന്ന് USSR, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്. 1986 മിക്കായൽ ഗർബച്ചോവ് എന്നൊരു ഭരണാധികാരി സോവിയറ്റ് യൂണിയനിൽ വന്നു. ബൈബിൾ ഞാൻ പുറകെ വായിച്ചു തരാം. മിക്കായൽ ഗർബച്ചോവ് എന്ന ഒരു ഭരണാധികാരി വന്നു. സോവിയറ്റ് യൂണിയനെ 6 മെയിൻ സ്ട്രീം വെട്ടിപ്പൊളിച്ചു. താജിക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ, അത് കഴിഞ്ഞിട്ട് ഉക്രൈൻ. ആ ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം പറഞ്ഞു തരാം. ആ ഭരണാധികാരിയുടെ പേരാ ഇന്ന് ഭരിക്കുന്ന വ്ളാഡിമർ സെലൻസ്കി. സെലൻസ്കി ആരാ? ഒരു യഹൂദ സ്ത്രീയുടെ മകൻ. എന്തുകൊണ്ട് പുടിൻ ഉക്രൈനെ എതിർക്കുന്നു? ക്രിമിയെ ആദ്യം പിടിച്ചെടുത്തു. മറ്റൊരവസരത്തിൽ മുഴുവൻ ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയെങ്കിൽ ഉക്രൈൻ യഹൂദൻ ആരോടാ ഇഷ്ടം? റഷ്യയോടാണോ ഇഷ്ടം? അമേരിക്കയോട് ഇഷ്ടം. 2014 ഒരു കത്ത് കൊടുത്തു അമേരിക്കയ്ക്ക്, നാറ്റോയിൽ ഞങ്ങളെ എടുക്കണം. അപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ബരാക് ഒബാമ ഇറങ്ങുക, ഞാൻ എടുക്കത്തില്ല. അത് കഴിഞ്ഞ് 17 അടുത്ത ട്രംപ് വന്നു. ട്രംപിനോട് പറഞ്ഞു ഞങ്ങളെ എടുക്കണം, എടുക്കത്തില്ല. 2020 കോവിഡ് കഴിഞ്ഞപ്പോൾ 21 കോവിഡ് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ബൈഡന് ആര് കത്ത് കൊടുത്തു? ഈ സെലൻസ്കി കത്ത് കൊടുത്തു, ഞങ്ങളെ നാറ്റോയിൽ എടുക്കണം. 1971 അമേരിക്കയുടെ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി റഷ്യയുമായിട്ടൊരു കരാറുണ്ട്. അമേരിക്ക റഷ്യയുടെ പരിധിയിൽ ഒരു രാജ്യത്തെ എടുക്കത്തില്ല, താവളം തുടങ്ങത്തില്ല. ആ കരാർ കൊണ്ടാണ് എടുക്കാതെ. അപ്പോൾ പുടിൻ വിചാരിച്ചു ഇവൻ താമസം വിന യൂറോപ്യൻ യൂണിയൻ അകത്തേക്ക് കയറി ഇവൻ ശരിയാകും, ഞങ്ങൾക്ക് ഭീഷണിയാകും. അതിന് തുടങ്ങിയ യുദ്ധമാ റഷ്യ ഉക്രൈൻ. പലരും പറയുന്നു ഇത് 3ാം ലോക മഹായുദ്ധം. ഞാൻ പുറകെ വായിച്ചു തരാം, കുഞ്ഞു വായിക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഉക്രൈൻ്റെ വിഷയം എന്തുവാ? റഷ്യയുടെ വിഷയം സെലൻസ്കിയെ മാറ്റി ഒരു പാവ ഗവൺമെന്റിനെ കൊണ്ടുവരണം. പക്ഷേ ഇന്ന് രാത്രി 2 പേരും കുഴഞ്ഞിരിക്കുക. എന്താ ഇതിൻ്റെ വിഷയം? നാടൻ മലയാളം പ്രസംഗിക്കുന്ന ഞാൻ എൻ്റെ വീട്ടിൻ്റെ മതിലിൻ്റെ തൊട്ടപ്പുറം അവിടെ രാത്രി ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള അന്നമ്മാമ എൻ്റെ കയ്യാലയോട് ചേർന്ന് 4 തെങ്ങും തൈ കൊണ്ട് വെക്കുക. സ്വോത്രം. അപ്പം സൂചേട്ടൻ പ്രസംഗിക്കുന്ന ഞാൻ അന്യായ ഭാഷ പറയാൻ പറ്റൂ? സ്വോത്രം ഇല്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയും മണ്ണെണ്ണ DDT നീഞ്ഞ് തരാൻ പറയും. സ്വോത്രം. രാത്രി പ്രസംഗം കഴിഞ്ഞിട്ട് ആരും അറിയാതെ അന്നമ്മാമയുടെ തെങ്ങും തൈക്ക് 4 എണ്ണത്തിന് ഇത് കുടയും. പ്രൈസ് ദി ലോർഡ്. സ്വോത്രം. അത് കഴിയുമ്പോൾ ഇത് കരിഞ്ഞ് നിൽക്കും. സ്വോത്രം. റഷ്യയുടെ അതിർത്തിയിൽ ഉക്രൈൻ്റെ മണ്ഡലത്തിൽ അമേരിക്ക താവളം കൊണ്ടുവന്നാൽ റഷ്യ പിന്നെ ഗോവിന്ദ. സ്വോത്രം. അതുകൊണ്ടാ പുടിൻ മണ്ടക്കിട്ട് അടിക്കുന്നത്. സ്വോത്രം. പക്ഷേ യവൻ യഹൂദന അടിച്ചാൽ ശരിയാവൂ? ഇപ്പം 2 പേര് ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞില്ലയോ? സ്വോത്രം. 2 മാസം കഴിഞ്ഞ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സെലൻസ്കിയെ കൊണ്ട് ഒരു തീർപ്പി കൊണ്ടുവരും, അല്ലേ മാറ്റിക്കൊണ്ടുവരും. ആരാ? യവൻ ജീവിതത്തെ കീഴ്പ്പെടത്തില്ല.
നമുക്കറിയത്തില്ലയോ മോർദേക്കായി എന്ന് പറയുന്ന ഒരു അച്ചായനെ വല്ലവർക്കും അറിയാമോ? മിണ്ടുന്നില്ലല്ലോ. സ്വോത്ര. അപ്പോൾ ഹാമാൻ എന്തെല്ലാം പദ്ധതി വെച്ചപ്പോഴും അമ്മാമ സേറസ് പറഞ്ഞില്ലയോ, അച്ചായ അവനൊരു രഘൂതന സൂക്ഷിച്ചോണം. വടശ്ശേരിക്കരയും ചിറ്റാറിലും പേഴുംപാറയുള്ള അമ്മാമ്മമാർ പറയുന്ന ചില കാര്യങ്ങൾ അച്ചായന്മാർ കേൾക്കണം, കുഴയത്തില്ല. സ്വോത്രം. എല്ലാം കേൾക്കണമെന്ന് ഞാൻ പറയത്തില്ല. സ്വോത്രം. ആ സേറസ് പറഞ്ഞതെങ്കിലും കേട്ടിരുന്ന് ആര് തൂങ്ങത്തില്ല. ഇന്ന് രാത്രി അതിനകത്തൊരു ദൂതുണ്ട്. കഴുമരം ആര് പണിയട്ടെ, പിക്ചർ ആര് വെക്കട്ടെ, പക്ഷെ ആര് തൂങ്ങണമെന്ന് സ്വർഗത്തിലെ ദൈവം നിശ്ചയിക്ക്. ഇന്ന് രാത്രി ദൂത് മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ആരൊക്കെ നിനക്കെതിരെ തകർക്കാൻ പദ്ധതി വെച്ചാൽ, ആരൊക്കെ നിനക്കെതിരെ ഹല്ലേലൂയ പ്ലാനുകൾ വെച്ചാൽ, തൂക്കുമരം നിനക്കെതിരെ ഉണ്ടാക്കിയാൽ, ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം അറിയാതെ ആരൊക്കെ എനിക്കെതിരെ പ്ലാൻ വെച്ചാൽ, എനിക്കെതിരെ ശത്രു ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കയില്ല. ആ വിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല. ലക്ഷണവിദ്യ നിന്റെ കുടുംബത്തിൽ ഏൽക്കയില്ല. സ്വോത്രം. യവനെ ഒതുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു കാര്യം നടക്കുന്നു. റഷ്യക്ക് ആകെ പേടി. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വാർത്ത 3 കാര്യം കൂടെ കേട്ടിട്ട് എഴുന്നേക്കാവും. മഴയൊക്കെ അവിടെ കേട്ട് അടിക്കത്തില്ല. സ്വോത്രം. നിങ്ങളിപ്പോൾ ഈ പാട്ടൂസവും വീശുന്നുകൊണ്ടാണ് ചെറിയ കാറ്റ് തരുന്നു. സ്വോത്രം. നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇനി അടുത്ത യുദ്ധം ആരാ? ചൈന തൈവാനെ ആക്രമിക്കും. നോട്ട് ചെയ്യുന്നവർ ഈ CD നോട്ട് ചെയ്യുമ്പോൾ എന്നെ ഓർത്തോണം. യേശു പറഞ്ഞ പ്രവചനം നിവൃത്തിയായല്ലേ? യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്. കോവിഡിൽ അന്ത്യകാല പ്രവചനം നിവൃത്തിയാവും. ഇനി ഈ യുദ്ധം അവിടെ ചെല്ലും. കേട്ടോണേ. റഷ്യ ഇപ്പോൾ ഒരു പുതിയ പ്രമേയം കൊണ്ടുവന്നിരിക്കുക. എന്താ പ്രമേയം എന്നറിയാമോ? ഇസ്രയേലിനകത്ത് 2ാം ലോക മഹായുദ്ധത്തിനകത്ത് 2 പട്ടണവും 5 പള്ളി റഷ്യയുടെ ഉണ്ടായിരുന്നു. ഇപ്പം അവൻ പറയാതെ തിരിച്ചു കൊടുക്കണോ? സ്വോത്രം. അപ്പോൾ ഒരു പ്രവചനം നിവൃത്തിയാവുന്നില്ലേ? അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമ പാത്രമുള്ള ഒരു കല്ലാക്കി ഞാൻ വെക്കും. മിണ്ടുന്നില്ല. സകല ജാതികളും അതിനെതിരെ വിരോധമായി കൂടി വരും. അതിനെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ബൈബിളിലുണ്ടോ ഇത്? റഷ്യ ഉക്രൈൻ സാമ്പിൾ വെടിക്കട്ട. ഇതാ യേശു പറഞ്ഞ് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഈ കോവിഡിനകത്ത് ഇത് സംഭവിച്ചെങ്കിൽ ഇനി ഈ റഷ്യ ആരെ ആക്രമിക്കും? അന്തിമ യുദ്ധം. 2 വാക്യം കൂടെ തീരും. എസെക്കേൽ 39:1-2 വായിച്ചിട്ട് മോനെ. എസെക്കേൽ 39:1-2. അല്ലയോ മനുഷ്യപുത്ര. മനുഷ്യപുത്ര, നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. ഗോഗ്, നോഗയുടെ കുഞ്ഞുങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 10 ടേബിൾ ഓഫ് നേഷൻസ്. ഗോഗ ഇന്നത്തെ റഷ്യ. കേട്ടോണ്. ബൈബിളുള്ള സഹോദരിമാരെല്ലാം എടുത്തോ. ഇന്ന് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്. രോഷ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് ഇന്നത്തെ റഷ്യ. മേശക് ഇന്നത്തെ മോസ്കോ. തൂബാൽ സൈബീരിയയുടെ തലസ്ഥാനം ടുബാസ്കോ. ഇന്നത്തെ ഇതാ മോളെ ബൈബിളിന്റെ പ്രവചനം. സ്വോത്രം. ഇന്ന് രാത്രി ഇത് എഴുതിയത് എവിടാ? 2600 കൊല്ലം മുമ്പ് എസക്കേൽ എന്ന് പറയുന്ന പ്രവാചകൻ റഷ്യ ഉണ്ടാകുന്നതിന് മുമ്പ് റഷ്യയിലെ പട്ടണങ്ങളെ പറ്റി എഴുതി വെച്ചു. അതാ ഞങ്ങൾ ഉയർത്തുന്ന വചനത്തിന്റെ തനിമ. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന വചനത്തിന്റെ നൈർമല്യത. ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്ന വചനത്തിന്റെ വിശിഷ്ടത. സ്വോത്രം. അതുകൊണ്ടല്ലേ ഏത് കാവലയിലും ഞങ്ങൾക്ക് ഇത് പ്രസംഗിക്കാൻ. വായിക്കാം മക്കളെ. എന്നിവയുടെ പ്രഭുവായ ഗോഗേ, റഷ്യയെ. അടുത്തത്. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 1/6 ശേഷിപ്പ് കിടക്കുന്ന 6ആയിട്ട് വെട്ടിമുറിക്കും. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ. കരമൊന്ന് ഉയർത്തിയാട്ടെ. ഇതാ മക്കളെ പ്രവചനം. സ്വോത്രം. 6 ശേഷിപ്പിച്ച് എവിടെ കൊണ്ടുപോകും അച്ചായ? വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച്, സിറിയയിൽ നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. മതിയല്ലേ? ഈ യുദ്ധത്തിന്റെ പേരാ അന്തിമ യുദ്ധം. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി എത്ര പേർ ദൈവത്തെ സ്തുതിക്ക്? ഇന്ന് രാത്രി ഉക്രൈൻ ഗർഭിണിക്ക് പ്രസവ വേദന തുടങ്ങിയതുപോലെ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അടുത്ത യുദ്ധത്തിലേക്ക് വന്നാൽ ചൈനയും തൈവാനും, അടുത്തത് റഷ്യയിലെ ഉക്രൈൻ യുദ്ധം കഴിഞ്ഞാൽ അന്തിമത്തിങ്കൽ റഷ്യ ആരെ ആക്രമിക്കും? ഇസ്രയേലിനെ ആക്രമിക്കും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കളെ 2022 ഫെബ്രുവരി
മാസം 20-ാം തീയതി റഷ്യയുടെ 400-ൽ പരം വിമാനങ്ങൾ കീവിനകത്ത്, ഓർക്കീവിനകത്ത്, മരിയാപോളിനകത്ത്, ഒഡേസയ്ക്കകത്ത് രാത്രിയിൽ കയറി ബോംബിട്ടു. സ്വോത്രം. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നു. ഇസ്രയേലിന്റെ തലസ്ഥാനമായ ജെറുസലേമിലും ടെല്ലവീവിലും അത് കഴിഞ്ഞിട്ട് അഷ്കലോനിലും അസ്തോദിലും യാബാഗേറ്റിലും സീനായിലും ഗോലാനിലും റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടക്കൂട്ടം ഇസ്രയേലിനെതിരെ ഒരു രാത്രിയിൽ ആക്രമിക്കുക, മാരക വിമാനങ്ങളുമായി കയറും. അങ്ങനെ ഒരു ശബ്ദം ഇസ്രയേലിന്റെ മണ്ടയ്ക്ക് മുടങ്ങുന്ന കാലം വരും. എന്നാൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, യഹൂദന്റെ നേരെ ആക്രമണത്തിന് വേണ്ടി റഷ്യയുടെ വിമാനങ്ങൾ ആ മണ്ഡലത്തിനകത്ത് ഹുങ്കാരവത്തോട് നടമാടുന്നതിന് മുമ്പ് ഇവിടെ ഒരു ശബ്ദം കേൾക്കും. ആ ശബ്ദത്തിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. നമ്മുടെ നാഥൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരിക, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്ക്. ഇന്ന് രാത്രി പേടുംപാറ ഗ്രൗണ്ടിൽ ആരാധിക്കുന്ന ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി. ഇന്ന് രാത്രി പറ, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. പേടുംപാറയെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒഴുങ്ങിക്കൊള്ളുക.